തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനവും പൂർത്തിയായി. ഇപ്പോൾ കൂട്ടലും കിഴിക്കലുമായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ദൗത്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും CPIM ആണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു വിലയിരുത്തൽ നടത്തി. പാർട്ടിക്ക് രാഷ്ട്രീയപരമായ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. എന്നാൽ ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോഴാണ് ഇത് വ്യക്തമാകുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ കാര്യമായ വോട്ട് കുറഞ്ഞിട്ടില്ല. ഒട്ടുമിക്ക ജില്ലാ പഞ്ചായത്തുകളിലും വോട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 68 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും പാർട്ടിക്കൊപ്പം ഭരണവിരുദ്ധ വികാരം എങ്ങും അലതല്ലിയിട്ടില്ല എന്നൊക്കെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കന്മാർ പരസ്പരം പങ്കുവച്ചത്. പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കാണാത്ത തരത്തിലുള്ളൊരു വിജയം കോൺഗ്രസ് ആഘോഷിച്ചു. മാത്രവുമല്ല, അവർ ആ ആഘോഷം അടുത്ത സ്റ്റെപ്പായി അല്ലെങ്കിൽ അടുത്ത പടിയായി അവർ നീങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കം എന്ന നിലയ്ക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ഇവിടെ പാർട്ടിയാകട്ടെ അവരുടെ സാധാരണതയിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിയുടെ ഉന്നത ഘടകത്തിൻ്റെ ഒരു ചർച്ചയാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും പാർട്ടിക്ക് കാര്യമായ തരത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല. അതേസമയം ഗ്രാമങ്ങളിൽ ചില പഞ്ചായത്തുകൾ, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞത് രാഷ്ട്രീയപരമല്ല, വ്യക്തിപരമാണ്, അതിനെ കാര്യമാക്കണ്ട എന്ന് പാർട്ടി പറയുന്നു. എല്ലായ്പ്പോഴും തോക്കുമ്പോൾ ഓരോന്നിനും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് CPIMനുണ്ട്. ആ പതിവ് ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞതനുസരിച്ച് ഈ 68 മണ്ഡലങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും താഴെത്തട്ടിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന ഘടകം വരെയുള്ള ഒരു വലിയ സംവിധാനം പാർട്ടിക്കുണ്ട്. അതായത് ചലിപ്പിക്കാൻ, പാർട്ടിയെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ചലിപ്പിക്കുന്നതിന് പ്രാപ്തമായ ഒരു സംവിധാനം CPIMനുണ്ട്. ആ പാർട്ടി ഇപ്പോൾ പറയുന്നു അവർക്ക് അടിത്തട്ടിൽ വോട്ട് നഷ്ടമായിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളിലെ വോട്ട് പോയത് അതിനെ ഒരു രാഷ്ട്രീയ വോട്ടായി കാണേണ്ട. ജില്ലാ പഞ്ചായത്തുകളിൽ വോട്ട് കുറഞ്ഞത് മാത്രമാണ്. വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ വോട്ടായിട്ട് കാണാം. ജില്ലാ പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നു. ശരിയാണ്, ജില്ലാ പഞ്ചായത്തുകളിൽ കഴിഞ്ഞതിനെ അപേക്ഷിച്ച് പഞ്ചായത്തുകൾ ലഭിച്ച പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞു. മധ്യ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട. പത്തനംതിട്ട വീണ്ടും കോൺഗ്രസ് അത് പിടിച്ചെടുത്തു LDFൻ്റെ കയ്യിൽ നിന്നും. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ അത് ആവർത്തിച്ചിരിക്കുന്നു. അതേസമയം കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ജില്ലാ പഞ്ചായത്തുകളിൽ സീറ്റുകളുടെ എണ്ണം ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി പറയുന്നതൊന്ന്, യാഥാർത്ഥ്യം വേറൊന്ന്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും പാർട്ടി ഇപ്പോൾ അവസാന ഘട്ടത്തിലൊരു തീരുമാനത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം അത് വലിയ തരത്തിൽ സംസ്ഥാനത്ത് കത്തി എന്നുള്ളത് ശരിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ കോൺഗ്രസും BJPയും സ്വർണ്ണപ്പാളി വിവാദം എടുത്തു കാട്ടി തന്നെ അവർ വോട്ട് പിടിച്ചു. ആ സമയത്തുണ്ടായ അറസ്റ്റും ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയ ആളുകളുടെ പേരുകളുമൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നന്നായി അത് ഉപയോഗപ്പെടുത്തി. പക്ഷേ അതിനെ തടയിടുവാൻ പ്രാപ്തമായ തരത്തിൽ ഒരു നീക്കം CPIMൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിക്രിയകൾ അല്ലെങ്കിൽ അയാളുടെ ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് ചെറിയ തോതിൽ ചർച്ചയായുള്ളൂ. അയാൾ അറസ്റ്റ് ചെയ്യാൻ ഓടിച്ചതും ഒളിവിൽ പോയതുമൊക്കെ അതിനെ ഒരു മഞ്ഞപ്പത്രത്തിലെ കാണുന്ന പോലെ ആയി മാത്രം അവശേഷിച്ചു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കുന്നത് പോലെ കോൺഗ്രസ് മുന്നോട്ട് പോയി. അവർ കൃത്യമായി സ്വർണ്ണപ്പാളി വിവാദവും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും അന്വേഷണവുമൊക്കെ ജനങ്ങളിലെത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വളരെ സെൻസേഷണലായൊരു വിഷയം, വളരെ അധികം ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം. ആ സ്വർണ്ണപ്പാളി വിഷയത്തെ കൃത്യമായി അവരുപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ തന്നെ അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കാര്യം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി മന്ത്രിമാരും പാർട്ടി നേതാക്കന്മാരും ജില്ലകൾ തോറും ഇറങ്ങി ഒരു വിശദീകരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാർട്ടിയുടെ താഴെ ഘടകം വരെ എന്താണ് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ, ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ തരത്തിൽ കോൺഗ്രസും BJPയും ഒക്കെ ഉയർത്തി കാണിക്കുന്ന സമയത്ത് CPIM
ഇതേ നാണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഇതിനെ തിരിച്ചടിക്കുന്നതിന് വേണ്ടി മറുതന്ത്രം കണ്ടിരുന്നുവെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ആ സമയത്ത് CPM പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ പിന്നെ MLA ക്ക് പറയുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അലയൊലികൾ എങ്ങും എത്തിയില്ല എന്നുള്ളത് സത്യം. അപ്പോൾ എന്തായാലും എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവർക്ക് എന്താണ് സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത് വ്യക്തമായി പറയുക, അതിനകത്ത് രാഷ്ട്രീയപരമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വ്യക്തമാക്കുക, ഇപ്പോൾ അറസ്റ്റിലായവരുടെ വിവരങ്ങളെക്കുറിച്ചും അവർക്ക് ഈ കേസുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുക. ഒരു പക്ഷേ അന്ന് ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ, പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ, പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നെന്ന ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്ക് ഇന്ന് വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ തെക്കൻ ജില്ലകളിലെങ്കിലും അതിൻ്റെ ഫലം ലഭിച്ചേനെ. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പാർട്ടി ജില്ലാതലങ്ങളിലേക്ക് പോകട്ടെ, അവിടെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്താണ് സ്വർണ്ണപ്പാളി വിവാദമെന്നും എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പാർട്ടി എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ജില്ലകളിൽ എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.